എല്ലാവർക്കും ഹിന്ദി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ റീന. 7ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം ക്ലാസ് എടുത്തിട്ടായിരുന്നു. ഈ വർഷം നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകമൊക്കെ മാറി 5, 7 ക്ലാസ്സുകളുടെ പാഠപുസ്തകമൊക്കെ മാറി പുതിയ പുസ്തകങ്ങളാണ്. ക്ലാസ്സൊക്കെ തുടങ്ങി 2 ആഴ്ചയായി. അപ്പോൾ ആദ്യത്തെ ലെസൺ ഗുഡ്സെ പ്യാർ. പ്യാർ എന്നാണ് ആദ്യത്തെ. ഗുഡ്സെ പ്യാർ എന്ന കവിതയോട് കൂടിയിട്ട് ഒരു ചിത്രവാചനുണ്ട്. നമുക്കൊരു ചിത്രം കാണാം. ഫസ്റ്റ് പ്യാർ. ഒരു കുട്ടി മരത്തിൻ്റെ താഴെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാമ്പഴം നിറഞ്ഞ ഒരു ഫലങ്ങൾ നിറഞ്ഞ ഒരു വൃക്ഷം, മാങ്ങ പെറുക്കുന്നു ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയോട് മാങ്ങ കൊട്ടയിലോട്ട് പറക്കിയിടുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആദ്യത്തെ ചിത്രവാചനാണ്. ചിത്രം നമുക്ക് നോക്കി വർണ്ണിക്കലാണ്. പിന്നെ വരുന്നതാണ് ഗുഡ്സെ പ്യാർ എന്ന കവിത. ഗുഡ്സെ പ്യാർ. അപ്പം ഇവിടെ പറയുന്നത് ആ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് ശോഭാനാഥ് യാദവ്ജിയുടെ കവിതയാണ് ഗുഡ്സെ പ്യാർ. അപ്പോൾ കവി പറയുന്നത് ഗുഡ്സെ പ്യാർ കർണേ കെ സാത്ത് ദുനിയാ സേ ഭി പ്യാർ കർണാ ഹെ. നമ്മൾ നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ ലോകത്തെ സ്നേഹിക്കണം. അപ്പം അതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. പ്രകൃതിക്ക് സബ് ജീവ് ഏക് സമാൻ ഹെ. നമ്മുടെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണ്. സബിക്കോ പ്യാർ കി ജരൂരത്ത്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നത് പോലെ, നമ്മൾ നമ്മെ സ്വയം സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും പ്രകൃതിയെയും എല്ലാം സ്നേഹിക്കണം എന്നാണ് ഇവിടെ കവി പറയുന്നത്. പ്രകൃതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ. പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും കവി ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഭാഗമായിട്ട് പഠിക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാണ് 7वीं കക്ഷയിലെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ പേജ്. ഇക്കായി ഏക് പ്യാർ. ഇസ് ചിത്ര മേ ഹമേം ക്യാ ക്യാ ദേക്കാ ഹേ. ഈ ചിത്രത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നേ? एक पेड़. चित्र में एक पेड़ है. पेड़ पर फल है. ആം ഹെ. മരം മുഴുവൻ പഴങ്ങളാണ്, ഫ്രൂട്ട്സാണ്. പിന്നെ പേട് പർ ബന്ദർ ഹെ. കുരങ്ങനുണ്ട്. ഏക്ക് ബന്ദർ പേട് മേ ജൂല ജൂൽ രഹേ ഹെ. പേട് പർ ജൂല ജൂൽ രഹേ ഹെ. ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. ഫൽ ഗാത്താ ഹെ ഏക് ബന്ദർ. ചിടിയാം ഫൽ ഗാത്താ ഹെ. ഗാത്തേ ഹെ ചിടിയാം ഫൽ ഗാത്തേ ഹെ. പക്ഷികൾ പഴം തിന്നുന്നുണ്ട്. പേട് കെ നീച്ചെ ഏക് ലഡ്കാ ഹെ. ലഡ്കാ സോച്ച്താ ഹെ. വോ ക്യാ സോച്ച്താ ഹെ. അവൻ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പേട് ഹമേ ഫൽ, ഫൂൽ, ലക്കടി, ചായ ഇതൊക്കെ ദേത്തെ ഹെ. അതായത് മരം നമുക്ക് പഴം, പൂക്കൾ, അതുപോലെ തന്നെ ചായ തണൽ, ലക്കടി വുഡ് മരം, ഇതൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ കുട്ടി ചിന്തിക്കുകയാണ്, മരം നമ്മെ സ്നേഹിക്കുന്നത് പോലെ, ഇതെല്ലാം തന്ന് സ്നേഹിക്കുന്നത് പോലെ ഇനി ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുക? അതാണ് അവൻ ചിന്തിക്കുന്നത്. പേടിക്ക് നീജെ ഏക ഔരത്ത് ഫൽ ടോക്കരിമേ ലേ രഹി ഹെ. ഒരു കുട്ടയിൽ ഇടുന്നു. ഏക്ക് ലടുക്കി ഫൽ ടോക്കരിമേ ലേ രഹി ഹെ. എടുത്തിടുന്നുണ്ട്. യഹ് ഹെ
യ ചിത്ര. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യ ചിത്ര ആപ്സെ ക്യാ ബതാ രഹാ ഹെ. ഈ ചിത്രം നമ്മോട് എന്താണ് പറയുന്നത്? ആ ചിത്രം നമ്മോട് എന്താണ് പറയുന്നതെന്നുള്ള ചോദ്യമുണ്ട്. യഹ് ചിത്ര അപ്യാർ എന്നെഴുതിയ ആ പേജിലെ ചിത്രം, മരത്തിൽ കുറേ കുരങ്ങന്മാർ, പക്ഷികൾ എല്ലാം ഉണ്ട്. യഹ് ചിത്ര ഹമേ പ്രകൃതി കോ, ധർത്തി കോ, സഭി ജീവജാലോം കോ പ്യാർ കർനെ ബതാ രഹേ ഹെ. ആ ചിത്രം നമ്മോട് എന്താ പറയുന്നത്? പ്രകൃതിയെ, ഭൂമിയെ, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാനാണ് പറയുന്നത്. ലഡ്ക സോച്താ ഹെ കി കൈസേ പ്യാർ കരും. എങ്ങനെ സ്നേഹിക്കും? ഹം ഖുദ് സേ അപ്പനെ പ്യാർ കർനെ കി തരഹ്. നമ്മൾ സ്വയം നമ്മെ സ്നേഹിക്കുന്നത് പോലെ ദുനിയാ കോ ഭി പ്യാർ കർണ ചാഹിയെ. ലോകത്തെയും സ്നേഹിക്കണം. വൃക്ഷ ഹമേ ഫൽ ഫൂൽ ഔർ ലക്കടി ദേത്തെ ഹെ. മരം നമുക്ക് പഴം, പൂക്കൾ, അതുപോലെ തന്നെ ചായ, അതുപോലെ ലക്കടി വിറക് എല്ലാം തന്ന് നമ്മെ സ്നേഹിക്കുന്നു. പേട് ചായ ദേത്തി ഹെ. തണലും തരുന്നുണ്ട്. വർഷാക്ക ആധാർ പേട് ഹെ. അതുപോലെ തന്നെ മഴയുടെ അടിസ്ഥാനം മരങ്ങളാണ്. പേട് പക്ഷി ഔർ ജാൻവരോം കെ വാസസ്ഥാൻ ഹെ. പക്ഷികളൊക്കെ താമസിക്കുന്നത് മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ പക്ഷികളുടെയൊക്കെ വാസസ്ഥാനമാണ്, മൃഗങ്ങളുടെ പക്ഷികളുടെയൊക്കെ വാസസ്ഥാനമാണ് മരം. അപ്പോൾ ഇതാണ് ആ ചിത്രം നമ്മോട് പറയുന്നത്. അടുത്ത ക്ലാസ്സുമായി വീണ്ടും